ഒരു കാർട്ടൂൺ ഉണർത്തിയ രാമായണ മാസ ചിന്തകൾ എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതിയാണ്. മലയാളികളുടെ കൊല്ലവർഷ കണക്ക് വെച്ചാണെങ്കിൽ കൊല്ലവർഷം 1201 കർക്കിടക മാസം 1-ാം തീയതിയാണ് ഇന്നു മുതൽ ഒരു മാസക്കാലം കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളിൽ ഒരു വിഭാഗം രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. പണ്ട് ഇത്ര വ്യാപകമായിട്ട് ഈ രാമായണ മാസാചരണമില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ കേരളത്തിൽ വളരെ വ്യാപകമായി ഇത് കാണുന്നുണ്ട്. വീടുകളിൽ വിളക്ക് കൊളുത്തി വെച്ച് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഇന്ന് മുതൽ 30 ദിവസം കൊണ്ട് വായിച്ച് തീരുന്ന രീതിയിൽ രാമായണം വായിക്കുക എന്ന രീതിയാണ് ഇത്. പ്രമുഖ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റായ EP ഉണ്ണി ഇന്ന് രാവിലെ എനിക്ക് അയച്ചു തന്ന രാമായണ മാസ ദിനാശംസ ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂണാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എന്നെ നയിച്ചത്. ആ കാർട്ടൂണാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം പോഡ്കാസ്റ്റിൻ്റെ കവറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വശത്തായിട്ട് നിങ്ങൾക്ക് ഈ കാർട്ടൂൺ കാണാവുന്നതാണ്. രാമായണത്തിന് മുകളിൽ മഹാത്മാഗാന്ധി വായിക്കാൻ ഉപയോഗിച്ചിരുന്ന കണ്ണട, പുസ്തകത്തിൻ്റെ മറ്റൊരരികിലായി സമയം കണക്കാക്കാൻ ഗാന്ധി ഉപയോഗിച്ചിരുന്ന വാച്ച്. ഇതാണ് EP ഉണ്ണി വരച്ചിരിക്കുന്ന കാർട്ടൂൺ. ഈ കാർട്ടൂൺ മഹാത്മാഗാന്ധി എങ്ങനെയാണ് രാമായണം വായിച്ചിരുന്നത് എന്നതേക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുകയായിരുന്നു. മഹാത്മാഗാന്ധി വായിച്ചിരുന്നത് എഴുത്തച്ഛൻ്റെ രാമായണമല്ല, തുളസീദാസൻ്റെ രാമായണമായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരായിരുന്നു മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്നുള്ളതും ഈ കാർട്ടൂൺ എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചു. ഗാന്ധി വളരെ മുതിർന്നതിന് ശേഷമൊന്നുമല്ല രാമായണം വായിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ രാമനാമം ഗാന്ധിക്ക് ഉള്ളിലേക്ക് കയറിയത് ഗാന്ധിയുടെ ആത്മകഥ വെച്ച് നോക്കുമ്പോൾ വളരെ ബാല്യകാലത്തിൽ തന്നെയാണ്. രംഭ എന്ന പേരുള്ള ഒരു ആയ ഗാന്ധിയുടെ വീട്ടിലുണ്ടായിരുന്നു. രാത്രിയിൽ സ്വപ്നത്തിൽ ഭൂതപ്രേതാദികളെയൊക്കെ കണ്ട് പേടിക്കുന്ന മോഹൻദാസിനോട് പേടിക്കാതിരിക്കാൻ രാമനാമം ചൊല്ലിയാൽ മതിയെന്ന് ഈ ആയ രംഭ പറഞ്ഞത് മുതലാണ് ഗാന്ധിയിലേക്ക് രാമൻ പ്രവേശിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നേരിടുമ്പോഴാകട്ടെ, ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെ നേരിടുമ്പോഴാകട്ടെ, ഹിറ്റ്ലറെ നേരിടുമ്പോഴാകട്ടെ, മുസോളിനിയെ നേരിടുമ്പോഴാകട്ടെ, ഇന്ത്യയിൽ തീവ്ര മതവിഭാഗങ്ങളുമായി ഏറ്റുമുട്ടുമ്പോഴാകട്ടെ, അത് ഹിന്ദു മഹാസഭയായിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, RSS ആയിക്കൊള്ളട്ടെ, മതപ്രചാരണം നടത്തുന്ന ക്രിസ്തീയ മതവിഭാഗങ്ങളുമായി സംസാരിക്കുമ്പോഴാകട്ടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുമ്പോഴാകട്ടെ, സോഷ്യലിസ്റ്റുകളെ നേരിടുമ്പോഴാകട്ടെ, ഈ സമയങ്ങളിലെല്ലാം രാമനാമം ഗാന്ധിയിലേക്ക് തിരിച്ചു വന്നിരുന്നു. രംഭ എന്ന ആയ ബാല്യകാലത്തിൽ പറഞ്ഞു കൊടുത്ത രാമനാമം ജീവിതത്തിൻ്റെ പിൽക്കാലത്തും ഏതെല്ലാം തരത്തിലുള്ള ഭൂതപ്രേത ഭയങ്ങളുണ്ടായപ്പോൾ രാമനാമം ഗാന്ധിയിലേക്ക് തിരിച്ചു വന്നിരുന്നു എന്നുള്ളതാണ്. ഇത്തവണത്തെ കേരളത്തിലെ രാമായണ മാസാചരണത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ട അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ടോയ്ലറ്റിൻ്റെ അകത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ട ക്ഷേത്ര പണം 10,000-കണക്കിന് ചാക്കിൽ കണ്ടെത്തിയതിന് പിന്നാലെ വരുന്ന ഒരു രാമായണ മാസമാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിയുടെ രാമൻ ആരായിരുന്നു എന്നുള്ള ചിന്ത കൂടുതൽ ശക്തമായി എന്നിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പോഡ്കാസ്റ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ദില്ലി ദാലിയുടെ എല്ലാ പോഡ്കാസ്റ്റിനും ആമുഖമായി ഞാൻ പറയാറുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്നുള്ളതാണ് ആ അഭ്യർത്ഥന. ക്ഷേത്ര സന്ദർശനം പൊതുവെ നടത്തുന്ന ആളായിരുന്നില്ല ഗാന്ധിജി. വളരെ കുറവ് ക്ഷേത്രങ്ങളിലെ ഗാന്ധി പോയി സന്ദർശിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ കുമാരനാശാൻ എഴുതിയതുപോലെ ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ എന്നുള്ളത് ദൈവം ഉള്ളിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു മഹാത്മാഗാന്ധി. അതാണ് ആശാൻ പറഞ്ഞത്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ എന്ന് ആശാൻ എഴുതിയ ആ ചിന്തയാം മണിമന്ദിരത്തിലായിരുന്നു ഗാന്ധിയുടെ രാമനും റഹീമും ക്രിസ്തുവും
എല്ലാം ഉണ്ടായിരുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് പൊതുവെ ക്ഷേത്ര സന്ദർശനത്തിന് വിമുഖനായിരുന്നു ഗാന്ധി എന്ന് പറയാനുള്ള കാരണം. എന്നാൽ അയോധ്യയിൽ 1921 അയോധ്യയിലെ ഒരു ചെറിയ രാമക്ഷേത്രത്തിൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലമാണ് 1921 എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലങ്ങളാണ്. ഗാന്ധി 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വരുന്നത്. അതിനുശേഷം ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ഗാന്ധി സജീവമായി ഇടപെടാൻ തുടങ്ങിയതിന് ശേഷമുള്ള 1921 ഗാന്ധിജി അയോധ്യയിലെ ഒരു രാമക്ഷേത്രം സന്ദർശിക്കുന്നത്. കോൺഗ്രസ്സുകാരായ ഗാന്ധിയെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അവിടെ വെച്ച് ഗാന്ധി ഈ രാമനും സീതയും വളരെ പട്ടുടയാടകളൊക്കെ ഉടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ രാമനും സീതയും ഖാദിയെ ധരിക്കൂ എന്ന്. എൻ്റെ രാമനും സീതയും ഖാദിയെ ധരിക്കൂ എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു വാചകമല്ല. വളരെ ലളിതമായ വാചകത്തിൽ വളരെ ആഴമുള്ള കാര്യങ്ങൾ പറയുന്നയാളായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഖാദി ഉടുക്കുന്ന രാമനെയും സീതയെയും എനിക്ക് അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ഗാന്ധി എടുക്കുന്നത്. അപ്പോൾ തന്നെ അയോധ്യയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം മതവിശ്വാസികളും അവരുടെ വിശേഷാൽ മത ദിവസങ്ങളിൽ ഖാദിയെ ധരിക്കാവൂ എന്ന്. ഖാദി ധരിച്ചേ മെക്കയിൽ ഹജ്ജിന് പോകാവൂ. 1921 ഗാന്ധി അയോധ്യയിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അതിൽ കൂടി നമുക്ക് ഈ രാമായണ മാസത്തിലെ ഗാന്ധിയുടെ രാമനാമത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നിൽ കൂടുതൽ തവണ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്, രാമനെ റഹീം എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ല, രാമനും റഹീമും ഒന്ന് തന്നെയാണ് എന്നുള്ളത്. കുരിശേറിയ ക്രിസ്തുവിൽ എത്രമാത്രം രാമനുണ്ട് എന്നുള്ള സത്യ അന്വേഷണമായിരുന്നു ആ പൂർണ്ണ ജീവിതം തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും സനാതനിയായ രാമനായിരുന്നു ഗാന്ധിജിയുടെ രാമൻ. അദ്ദേഹം ഒരിക്കൽ വളരെ പ്രത്യേകതയോടുകൂടി പറഞ്ഞ ഒരു വാചകമുണ്ട്, എൻ്റെ രാമൻ ചരിത്ര പുരുഷനല്ല, എൻ്റെ രാമൻ അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ മകനല്ല, എൻ്റെ രാമൻ ആദ്യന്തഹീനനാണ്. എൻ്റെ രാമൻ എങ്ങനെ ജനിക്കാൻ കഴിയും? എൻ്റെ രാമന് എങ്ങനെ മരിക്കാൻ കഴിയും? ഈ ആദ്യന്തഹീനനായ ദൈവസങ്കല്പത്തിന് ഗാന്ധിജി നൽകിയ ഒരു പേരായിരുന്നു രാമൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി മറ്റൊരിക്കൽ പറഞ്ഞത്, എങ്ങനെ മുസ്ലിങ്ങൾക്ക് വേറൊരു ദൈവം ഉണ്ടാകാൻ കഴിയും, എങ്ങനെ ഹിന്ദുക്കൾക്ക് വേറൊരു ദൈവം ഉണ്ടാകാൻ കഴിയും, എങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വേറൊരു ദൈവം ഉണ്ടാകാൻ കഴിയും, ദൈവം ഒന്നല്ലേ ഉള്ളൂ എന്ന് ഗാന്ധിജി ഒരിക്കൽ ചോദിച്ചത് സനാതനിയായ രാമൻ ആദ്യന്തരഹിതനായ ദൈവസങ്കല്പമാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിന് ചിന്തിക്കുവാനും പറയാനും കഴിഞ്ഞത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേവതാസങ്കല്പങ്ങളിലെ സഹസ്രനാമങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു രാമൻ, അല്ലെങ്കിൽ സഹസ്രനാമങ്ങളായി അറിയപ്പെടുന്ന എല്ലാ ദേവതാസങ്കല്പങ്ങളും ഒന്നു തന്നെയാണ് എന്നാണ് ഗാന്ധിജി കരുതിയിരുന്നത്. ഇനി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പിനെക്കുറിച്ചുള്ള പണക്കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ഗാന്ധിയുടെ രാമചിന്തയുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഗാന്ധിജിയുടെ അടുക്കൽ പോയി ചോദിച്ചു, ഖാദി സ്വരാജ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എപ്പോഴും താങ്കൾ പ്രചാരണങ്ങളിൽ പറയേണ്ട ഒരു പേരല്ലേ രാമനാമം എന്ന്. അപ്പോൾ അതായത് ഖാദിക്കും സ്വരാജിനുമൊക്കെ മുകളിൽ പറയേണ്ട ഒരു പേരല്ലേ രാമനാമം എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞ വളരെ കൗതുകകരമായൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇക്കാലത്ത് വളരെ 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 പ്രസക്തി ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, പാപികൾ ഭാവിയിൽ അവരുടെ തെറ്റുകൾ മറച്ചു വയ്ക്കുവാൻ വേണ്ടി രാമനാമം എപ്പോഴും ഉച്ചരിക്കുന്ന ഒരു കാലമുണ്ടായെന്ന് വരാം. ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രചാരണങ്ങളിൽ രാമനാമം ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. ഇതാണ് ഗാന്ധിജിയുടെ വാചകങ്ങൾ. പാപികൾ അവരുടെ തെറ്റുകൾ ഭാവിയിൽ മറച്ചു വയ്ക്കുവാൻ വേണ്ടി രാമനാമം ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ രാമനാമം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, രാമനാമം ഉപയോഗിക്കരുത് എന്ന് താൻ കരുതുന്നത് എന്ന് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജിയെക്കുറിച്ചുള്ള
ഏറ്റവും വലിയ വിമർശങ്ങളിൽ ഒന്നാണ് ആധുനിക കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മതവും രാഷ്ട്രീയവും അദ്ദേഹം കൂട്ടിക്കലർത്തി എന്നുള്ളത്. വളരെ സാധുവായ ഒരു ആരോപണം തന്നെയാണത്. ആ ആരോപണത്തിനെ വെറുതെ നിഷ്കരണം തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ചില ഗാന്ധി ഭക്തന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഗാന്ധി എങ്ങനെയാണ് മതത്തിനെ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മതത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം തന്നെ അതിൻ്റെ തെളിവാണ്. അദ്ദേഹത്തിനെ വധിച്ചത് ഒരു മുസ്ലിമല്ല, അദ്ദേഹത്തിനെ വധിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ല, അദ്ദേഹത്തിനെ വധിച്ചത് ബ്രിട്ടീഷുകാരല്ല, അദ്ദേഹത്തിനെ വധിച്ചത് ക്രിസ്ത്യാനികളോ സിഖുകാരോ അല്ല, അദ്ദേഹത്തിനെ വധിച്ചത് തീവ്ര ഹിന്ദുവാണ് എന്നുള്ളതാണ്. ഗാന്ധിജി രാഷ്ട്രീയത്തിൽ മതത്തിനെ ഉപയോഗിച്ചത് എങ്ങനെ എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷിപത്രം ആ രക്തസാക്ഷിത്വമാണ്. അപ്പോൾ ആശയപ്രചരണത്തിൽ രാമനാമം എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴൊക്കെ ഉപയോഗിക്കണം, എപ്പോഴൊക്കെ ഉപയോഗിക്കരുത് എന്നുള്ളതിന് കൃത്യമായ രാഷ്ട്രീയ, ധാർമ്മിക, മതാത്മക ബോധം ഗാന്ധിയിൽ രൂഢമൂലമായിരുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയി പറഞ്ഞൊരു കാര്യം ഗാന്ധിയിലും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്നുള്ളത് ടോൾസ്റ്റോയി എപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ്. ദൈവരാജ്യം നിങ്ങൾക്കുള്ളിലാണ് എന്നുള്ളത്. അതുപോലെ തന്നെ രാമരാജ്യം എന്നത് ഗാന്ധിജിയുടെ ഉള്ളിലായിരുന്നു. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന സങ്കല്പത്തിനെ നാം കാണേണ്ടത് അങ്ങനെ തന്നെയാണ്. സ്വരാജ് എന്ന് പറയുന്നത് സ്വന്തം സത്വത്തിൽ നിങ്ങൾ എങ്ങനെ സ്വതന്ത്രനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിയുടെ രാമരാജ്യം ടോൾസ്റ്റോയിയുടെ ക്രിസ്തുരാജ്യം പോലെ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു, ദൈവരാജ്യം എനിക്കുള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ രാമനാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു കാർട്ടൂൺ എന്നിൽ ഉണർത്തിയ രാമായണ മാസ ചിന്തകൾ എന്ന ഈ ചെറിയ പോഡ്കാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1930 സബർമതി ആശ്രമത്തിൽ അന്തേവാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കണം എന്ന് ആളുകൾ ബാപ്പുവിനോട്, ഗാന്ധിജിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അമ്പലം പണിയണമെന്ന് നിർദ്ദേശം വന്നപ്പോൾ ഗാന്ധിജി അതിനെ എതിർക്കുകയായിരുന്നു. ഏത് തുറസ്സായ ഇടവും ദേവാലയമാണ്. തുറസ്സായ ഇടത്തിൻ്റെ മേലാപ്പ് എന്ന് പറയുന്നത് നീലാകാശമാണ്. ഞാൻ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഏത് തുറസ്സായ ഇടവും ദേവാലയമാണ്. ഏത് തുറസ്സിൻ്റെയും മേലാപ്പ് നീലാകാശമാണ്. അല്ലെങ്കിൽ ഏത് തുറസ്സിൻ്റെയും മേലാപ്പ് ആകാശമാണ്. ഏത് തുറസ്സിൻ്റെയും അതിരുകൾ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമാണ്. അല്ലാതെ മതിലുകൾ ദേവാലയങ്ങൾക്ക് ആവശ്യമില്ല. തുറസ്സായ ഇടമാണ് ദേവാലയം, മേലാപ്പ് അതിന് ആകാശമാണ്, അതിൻ്റെ അതിരുകൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമാണ്. മഹാത്മാഗാന്ധിയുടെ കവിത പോലെ മനോഹരമായ ആ മറുപടിയിലൂടെ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.